കൂട്ട് പച്ചടി. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 2025 വിഷു നാളെയാണ്, അതായത് 14-ാം തീയതിയാണ് വിഷു ഓൾറെഡി. അപ്പോൾ 13-ാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിഷു സദ്യ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഒരാളെയും കിട്ടൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇന്നാണ് നമ്മൾ ഓണസദ്യ സെറ്റ് ചെയ്യാൻ പോണത്. താലിബേ എന്താടാ ഒരു ചെറിയ തിരുത്തുണ്ട്, തിരുത്തോ? തിരുത്ത എന്താണ്? സത്യത്തിൽ ഇത് ഓണല്ല, വിഷു ആണ്. വിഷു അതിന് ഓണെന്ന് പറഞ്ഞേ. അതിന് വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. ഇന്നാണ് നമ്മള് ഓണസദ്യ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓടാ ഓണെന്ന് പറഞ്ഞേ. അപ്പൊ സോറി ഗൈസ്, വിഷു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള 2 ആൾ ടീച്ചർമാരാണെന്ന് എനിക്കറിയാമെന്ന് എനിക്കറിയില്ല, പരിചയപ്പെടുത്തി തരാം. അപ്പോൾ 2 ടീച്ചർമാരുണ്ട്. അപ്പോൾ ടീച്ചർമാർ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള സ്കൂൾ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ കൂടി ആയിട്ട് ഒരു വിഷു സദ്യ എന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കും നമ്മുടെ സാഹുവിനും ക്ഷണം കിട്ടിയിട്ടുണ്ട്. സാഹു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് നമ്മളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഐറ്റംസ് ആയിട്ട് വരണമെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് കിട്ടുന്ന ആ ലിസ്റ്റിലുള്ള ഐറ്റംസ് നമ്മൾ മേടിക്കണം. കാരണം വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾക്കുള്ള ഐറ്റംസ് എന്നുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തന്നിട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മളത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നേരെ പോവാണ്. ഇവിടെ എവിടെയെങ്കിലും നല്ല അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവാണ് കേട്ടോ. കിട്ടാത്തൊരു സാധനമാണ് വാഴൻ്റെ ഇല. അതിനുള്ള പണി വേറെ. വാഴൻ്റെ ഇല കിട്ടണം. വാഴൻ്റെ ഇല അതാണ് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത്. വാഴൻ്റെ ഇല എല്ലാം സെറ്റായി. വാഴൻ്റെ ഇല കിട്ടിയിട്ടില്ലെങ്കിൽ പുളിശ്ശേരി, ഉപ്പേരി, പിന്നെ അച്ചാറ്, പായസം, ഈ ഐറ്റങ്ങളൊക്കെ വന്ന്. പക്ഷെ വാഴൻ്റെ ഇല വരാണ്ടിരുന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒക്കെ കൂടി അല്ല തല്ലിക്കൊല്ലും. അപ്പോൾ നമ്മൾ നേരെ പോകട്ടെ. നമുക്ക് നേരെ സാധ്യത പോയേക്കാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടാവുന്ന ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് നമുക്ക് കൊടുന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മിസ് മുഹമ്മദ് താലിബ്, ധന്യസാണ്. നെക്കോർഫ്ഖാനിലെ സാജിദയിലേക്കാണ് നമ്മൾ പോയിട്ടിരിക്കുന്നത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി നമ്മളിവിടുത്തെ ഐറ്റംസുകൾ ലിസ്റ്റ് നോക്കി ഐറ്റംസുകൾ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. അതിന് എത്ര രൂപ എന്ന് പറഞ്ഞാൽ എനിക്കറിയോ? 19 രൂപ. അതന്നെ ചക്ക ചിപ്സ് ഇത് തന്നെയാണ്. പിന്നെ മറ്റു ഐറ്റംസ് വരുന്നുണ്ട്. ഇത് ഏറെ കയറ്റിട്ട് നമ്മള് അങ്ങനെ സാധനങ്ങളൊക്കെ ട്രോളി കയറ്റിയിട്ടുള്ള നിസാമിൻ്റെ മന്ദമന്ദമായിട്ടുള്ള നടത്തണം. ഇനി നേരെ അംഗം ഗോതയിലാട്ടാണ്. ഇന്ന് സദ്യ പൊളിക്കാനുണ്ട്. പൊളിക്കാൻ തന്നെ പരിപാടി അല്ലേ? പൊളിക്കാൻ തന്നെ പരിപാടി. നാട്ടിലേ ഓരോരുത്തർ കിട്ടും സാധനം ഇവിടെ എത്ര രൂപയ്ക്ക് മേടിച്ചു തരേ. നമ്മളോട് പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളോട് വെച്ചിട്ടുണ്ട്. ഈ വാഴയിലയിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടരും. അപ്പോൾ അതുകൊണ്ട് നിലത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ സെറ്റല്ലേ? ഇനി നല്ല പാലക്കാടൻ മുട്ട, നല്ല പാലക്കാടൻ മുട്ട വിത്ത് നല്ല സാമ്പാർ. തുറയിട്ടുണ്ട്. അത് ഈ അടുക്കള കയറിയിട്ട് പരിചയമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നല്ല സാമ്പാർ കിട്ടാ. ഇത് ടീച്ചർ നെജുവിൻ്റെ വകയുള്ള ഐറ്റംസ് ആണ്. ചോറ് വിത്ത് സാമ്പാർ. എന്താ പരിപാടി ഇവിടെ? എന്താ പരിപാടി? ഓ ഓൻ അങ്ങനെ തന്നെടാ. എടി ഈ 2 സാധനത്തിനാണ് ഈ സുബൈക്ക് എണീറ്റ് പണിയെടുത്തെന്ന് പറഞ്ഞേ. പച്ചടി, മാമ്പഴ പുളിശ്ശേരി, നോക്കട്ടെ പിടിച്ച ചോറ്. വയറുവേദന മാറിയടാ. കണ്ടാ വീഡിയോക്ക് കഞ്ഞിക്കണക്കും പറഞ്ഞിട്ട് വാഴൻ്റെ ഇല പൊട്ടിക്കണണ്ടാ. നിസാമ്
നിസാം ഈ ഇല യൂസ് ചെയ്യുന്നതായിരിക്കും. അത് വെക്കും അത് വെക്കണ ആ അങ്ങനെ എല്ലാവിധ കൂട്ടുകറികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും കുറച്ച് ഐറ്റംസ് നമുക്ക് അറിയണ പറഞ്ഞുതരാം. അത് കച്ചടി, പിന്നെ മാങ്ങയുടെ എന്തോ ഒരു ഐറ്റം, അത് കഴിഞ്ഞിട്ട് അവിയൽ, അതുപോലെ തന്നെ കച്ചടി, പിന്നെ ബീട്രൂട്ട് കച്ചടി, അച്ചാർ, പിന്നെ വറവ്, പിന്നെ പപ്പടം, ഉപ്പേരി, അങ്ങനെ കുറേ ഐറ്റംസുകൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴിച്ചാസ്വദിക്കണം. അങ്ങനെ സദ്യക്കുള്ള ഇലകളെല്ലാം ഞങ്ങൾ വിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ടുകറികൾ വെക്കണം. അതിന് ഞാൻ ഒരു ടീച്ചർ പിടിച്ചിട്ടോ. ടീച്ചർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് ടീച്ചറുടെ പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരണം. ടീച്ചർ ഒന്നും നോക്കാതെ തന്നെ വിശദീകരിച്ച് നമുക്ക് ഇത് പറഞ്ഞു തരും ചെയ്തിട്ടോ. പരിപ്പല്ലേ കാളൻ കാളൻ, കുറുക്ക് കാളൻ, ഓലൻ ഇത് ഓലനല്ലേ എന്ന് പറയും. തോരൻ. ഇതെന്താ അതിൻ്റെ ഇടയിൽ എന്താ പണി? ഉപ്പ്, പരിപ്പ്, പുളിയിഞ്ചി, അച്ചാറ്, കാളൻ, ഓലൻ, അവിയല്, തോരൻ, ഉപ്പേരി, എന്തുട്ടാ എന്തടി മറന്നുപോയി. പച്ചടി, പച്ചടി, പുളിശ്ശേരി, ബീട്രൂട്ട് പച്ചടി, ഉപ്പ്, ഉപ്പ് പറഞ്ഞു, പിന്നെ ശർക്കര. പഴം വെച്ചില്ല. പപ്പടം അങ്ങനെ എല്ലാ കൂട്ടുകറിയിൽ നിന്നും കുറച്ച് നുള്ളി എടുത്തിട്ട് അതെല്ലാം ഒന്ന് നേരിടിയിട്ട് അതിലേക്ക് ആ പപ്പടവും ചേർത്ത് മൊത്തം ഒന്ന് പൊടിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് എൻ്റെ മോനെ ഇനിയാണ് ആ ഒരു വൈബ് കിട്ടാൻ പോണ കേട്ടോ. കൂട്ടി കുഴച്ചിട്ട് ഒരു പിടുത്തം. ഹാപ്പി വിഷു. അങ്ങനെ ആ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു. പല ബേഷ്. നമ്മുടെ ഇന്നത്തെ സദ്യനെ കുറിച്ച് എന്താ അഭിപ്രായം? അടിപൊളിയല്ലേ? വിളിച്ചില്ലേ? തകർത്താടി. കൂട്ടുകാരൊക്കെ സൂപ്പറല്ലേ? അടിപൊളി. എന്താ അഭിപ്രായം? ഏത് മറ്റേ ക്യാരറ്റ് ഉപ്പേരിയാവും അല്ലേ? അടിപൊളിന്ന് എന്താ നിങ്ങളോട് എല്ലാം വിളില്ലേ? സൂപ്പർ, അൻസാറ നല്ല ടേസ്റ്റ് ഉണ്ട്. വിളിച്ചടക്കി.